എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. സോഷ്യൽ മീഡിയ നിറച്ചും തനുവും ദേവും അവർക്ക് നീതി വേണമെന്നും പറഞ്ഞുകൊണ്ട് കണ്ടു. സ്ത്രീ ഞാൻ എൻ്റെ കുഞ്ഞിന് ഇന്ന രീതിയിൽ ഉപയോഗിക്കുന്നു പറയുന്നത് പറയുമ്പോൾ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവർക്കെതിരെ എനിക്ക് നീതി കിട്ടണം. ഈ ലോകത്ത് പോലെ വേറെ ആരും ഒരിക്കലും നേരിട്ടിട്ടുണ്ടാവില്ല കേട്ടോ. നീതി വേണമെന്ന് പറയണേക്കും നമ്മൾ എന്തായാലും കൂടുതലായിട്ട് ശ്രദ്ധിക്കും. കാരണം മക്കളെ കുട്ടി മരിച്ചവർക്ക് ഒക്കെ വേണ്ടി ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുകയാണ് ഞാനൊക്കെ. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമല്ലോ നീതി മേടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ അവരെക്കുറിച്ചുള്ള വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. ഒരു ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. അവരെ സോഷ്യൽ മീഡിയയിൽ മുള്ളിത്താത്ത ബീവിത്താത്ത എന്നൊക്കെ പറയണേ. അവർ പറയാണ് ഇനിയും ആ കൊച്ചിന് തള്ളയ്ക്ക് അത് ചെയ്ത് കൊടുക്കുക, ഇത് കൊടുക്കുക, അത് മേടിച്ചു കൊടുക്കുക, ബിരിയാണി മേടിച്ചു കൊടുക്കുക, ലുലുമാളി കൊണ്ടുപോകും. ഞാൻ ഓർത്ത് ഇവരെന്തൊരു സ്ത്രീയാണ്. ഏത് കൊച്ചിനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. അതൊക്കെ അങ്ങനെ പറയില്ല ആരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ദേവുവിനെ തന്നുവിനെയാണെന്നൊക്കെ ഉള്ളത് വേറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ അവസ്ഥ എനിക്ക് അതൊക്കെ ഈ മുള്ളിത്താത്ത പറയണ കേട്ടിട്ട് ഇപ്പോൾ അതിലും ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതൊന്നുമല്ല. ഇവർ ഒരു പോസ്റ്റ് തന്നെ ഇട്ടേക്കണം കണ്ടു. ഈ അമ്മയും മോളെക്കുറിച്ച് ലൈംഗിക അപവാദം പറഞ്ഞ് എന്ത് അശ്ലീലം മ്ലേച്ഛമായ ഭാഷയാണ് ആ സ്ത്രീ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെയാണ് തനു ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. അതൊക്കെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അതിലാണ് അവർ വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇവർക്ക് എതിരെ വന്ന ലൈംഗിക അപവാദങ്ങൾ, പല പല അപവാദങ്ങൾ. ഈ കൊച്ചിനെ പോലും വെറുതെ വിടണില്ല. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ആ കൊച്ച് 25% IQ ലെവൽ കുറഞ്ഞ കൊച്ചാണ്. എന്നിട്ട് ആ ഒരു കൊച്ചിനെക്കുറിച്ചാണ് ഈ മുള്ളിത്താത്ത എന്ന് പറയുന്ന സ്ത്രീക്ക് 2 ഗടാമുട്ടന്മാർ ആമ്പിളരുണ്ടെന്ന് പറയണായിട്ട്. അവർക്കൊക്കെ എന്നാണ് ദൈവം കരുതി വെച്ചിരിക്കുന്നത് കണ്ടറിയണം. അവർ ദൈവത്തിനടുത്ത് ചോദിച്ചു മേടിക്കുകയാണ് ഈ 7 തലമുറയ്ക്കുള്ളത്. അവർ മാത്രമല്ല കേട്ടോ, ഈ തനുവിനും ദേവിനും എതിരായി സംസാരിക്കുന്ന എല്ലാവരും തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആ കൊച്ചൊരു നിഷ്കളങ്ക കൊച്ചാണ്. അതൊന്നും അറിയാതെ ഈ ഭൂമിയിൽ ജനിച്ചതാണ്. മാതാപിതാക്കളുടെ കർമ്മഫലമോ ആരുടേക്കോ കർമ്മഫലമോ അവരുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ആ കൊച്ചിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ആ കൊച്ച് തന്നെത്താനെ ജ്യൂസ് ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നത്. സ്വയം പര്യാപ്തമാണ് ആ കൊച്ച്. സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് ആ കൊച്ച് എല്ലാം ചെയ്യണത്. അതുപോലെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ആ കൊച്ച് പഠിക്കുന്നത്. അത്രയ്ക്കും ബുദ്ധിക്ക് പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ അത് സ്പെഷ്യൽ സ്കൂളിലല്ലായിരുന്നു പഠിക്കുള്ളൂ. ആ കൊച്ചിന് ഡാൻസ് വൈറലാണ്. തനു എന്ന തനൂജ കോഴിക്കോട്ടുകാരിയാണ്. അവരുടെ ഭർത്താവായ ജിനു ഇപ്പം കൂടെ ഇല്ല. ജിനു വേറെ ഒരാളുടെ ഭാര്യയെ, അതായത് 2 മക്കളുള്ള ഒരു പുള്ളിക്കാരിനെ വിളിച്ചുകൊണ്ട് പോയി. അതിൽ വേറൊരു കൊച്ചുവിനെ ഉണ്ടാക്കി ജീവിക്കണം. എന്നിട്ട് തനുവിൻ്റെ മോള് ദേവുവിനെതിരെ ഇയാളിങ്ങനെ അപവാദങ്ങൾ പഠിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ. ഈ തനുവിനും ദേവുവിനും എതിരായി ഇതുപോലെ അശ്ലീലം പ്രചരിപ്പിച്ച ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് തനു ബഹളം ഉണ്ടാക്കി. എന്നിട്ട് പോലീസ് വന്നാണ് ആ ബഹളം പരിഹരിച്ച് അവരെ മാറ്റിക്കൊണ്ടുപോയത്. അവർക്കെതിരെ ഒത്തിരി കേസുകളുണ്ട്. പ്രത്യേകിച്ച് അവരെ ഈ പൈസ തട്ടിപ്പിലൊക്കെ മുൻപന്തിയിലാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ പല ചാനലുകളിലും കണ്ടത്. പിന്നെ തനുവിൻ്റെ ദേവുവിൻ്റെ ഒരു കോമഡി ഞാൻ കണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. സത്യം പറഞ്ഞാൽ അത് അവർ രണ്ടുപേരെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ. ഇതിൽ അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ടോ ആൾക്കാർ കമൻറ്റിൽ ഇടൂല അങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ കണ്ടു തനുവും ദേവും എന്ത് നന്നായിട്ടാണ്. ആ കൊച്ചൊക്കെ എന്ത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഈ ആ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ. തനുവുള്ളൊരു ആണിൻ്റെ വേഷത്തിൽ ഈ പറഞ്ഞുണ്ടാക്കി എൻ്റെ ഭർത്താവാണ് ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്. ഈ തനുവിൻ്റെ ഭർത്താവായിരുന്ന ജിനു 9 വർഷം ഈ സ്ത്രീയെ മകളെ നോക്കി നന്നായിട്ട് അവരുടെ കൂടെ ജീവിച്ചിട്ട് വേറൊരുത്തൻ്റെ ഭാര്യേനെ അടിച്ചു മാറ്റി 2 മക്കളെ ഉപേക്ഷിച്ച അവളെ കൂടെ കൂട്ടി. 6 കൊല്ലം മുമ്പ് ഇതുപോലെ ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരെ, ഭാര്യേനെ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരു നിയമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതൊരു കേസ് വന്നപ്പോൾ അങ്ങനെ ഏതോ ഇതുപോലെ ചാടിപ്പോയ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് പരിഹരിച്ചതൊക്കെ. ഇപ്പം ആ നിയമമാണെങ്കിൽ അത് സജീവമല്ലെന്നുള്ള ഉറപ്പായല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ അവിഹിതങ്ങൾ ഇച്ചിരി കുറഞ്ഞു കിട്ടിയേന്. പ്രപഞ്ചത്തിലെ പോരാളി അമ്മ ഇടയ്ക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പുള്ളിക്കാരി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ദൈവം ആ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവൻ അവർക്ക് തിരിച്ചു കൊടുത്ത ഈ കൊച്ചിന് വേണ്ടി തന്നെയാണ്. അയാൾ പോരാഞ്ഞിട്ട്
DNA ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നു. അതല്ല, അയാളുടെ കൂടെ ഇപ്പം അയാളുടെ വെപ്പാട്ടി ഇരിക്കുന്ന അവളുടെ കൂടെയുള്ള അവർ കൊണ്ടു കിടക്കണ ആ കൊച്ചില്ലേ, അതിൻ്റെ DNA ടെസ്റ്റ് ആദ്യം അവൻ നടത്തട്ടെ. അവളും 2 മക്കളെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ പോകുന്നവളാണ്. തനു എന്തായാലും ഈ ഒരു കൊച്ചിനെ നോക്കി ജീവിക്കുകയല്ലേ. ശരിക്കും മാതൃകയാണെന്ന് പറയണതിൻ്റെ കാര്യം അതാണ്. നിസ്സാര കാര്യത്തിന് ദൈവം ബുദ്ധിയും ബോധവും എല്ലാ കഴിവുണ്ടായ നല്ല മക്കളെ കൊടുത്തിട്ട് പോലും ആൾക്കാർ അതിനെയും കൊന്ന് ചാവണം. തന്നുവിൻ്റെയൊക്കെ വീഡിയോയുടെ താഴെ കാണാൻ ചിലർ കമൻറ്റ് ഇട്ടേക്കണം, എന്തെങ്കിലും പണിക്ക് പോകും എന്നിട്ട് ജീവിക്കുന്നൊക്കെ. ഈ പറയുന്നവർക്ക് വീട്ടിലെല്ലാം കാണും, പറയാൻ നല്ല എളുപ്പമാണ്, എടുക്കാനും പറക്കാനൊക്കെ ആൾക്കാർ കാണും. അവർക്കൊക്കെ ചുമ്മാ ഇറങ്ങി അങ്ങ് പോയാൽ മതി. ഇപ്പം പെൺമക്കളുള്ള അമ്മമാർക്ക് എപ്പോഴും ഒരു ആദ്യമാണ്, അവരെപ്പോഴും പോണോടത്ത് ആ പിള്ളേരെ കൊണ്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ വീട്ടിലൊരിക്കലും അവരിപ്പോൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാറുമില്ല. തനു ആണെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് തന്നെത്താനെ ജീവിക്കുന്നവർ, അവർക്ക് പോരായിട്ട് അസുഖം. അപ്പം അങ്ങനെ ഒരാൾ എങ്ങനെ ജോലിക്ക് പോകും? തനുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ട പുള്ളിക്കാരിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ബോഡി ഷേമിങ് നേരിട്ടിട്ടുള്ളതെന്ന്. പ്രഷർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വണ്ണം വയ്ക്കും. ഈ പ്രഷറൊക്കെ ഉണ്ടാവാനും അത് ഇതുപോലെ ബോഡിക്ക് മാറ്റങ്ങളൊക്കെ വരാൻ ഒരു മനുഷ്യന് എത്ര നേരം വേണം? അതിലിപ്പോൾ ഷെയിം ചെയ്യാൻ എന്താണുള്ളത്? ശരീരമായിട്ടാണ് വണ്ണം വയ്ക്കും, വണ്ണം കുറയും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന മാറ്റങ്ങളല്ലേ. അതുപോലെ ആ കൊച്ചിനെയും കളിയാക്കിക്കൊണ്ട് ആ ആദ്യ ഭർത്താവിൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു പറയാം. അല്ലാണ്ടുമൊക്കെ ഉണ്ടാവും കളിയാക്കലുകൾ. പക്ഷേ എന്തോരം നേരം വേണം? ജന്മന അല്ലാതെ ഒരു മനുഷ്യൻ അതുപോലെ കുറവുണ്ടായി, ഈ അൾഷിമേഴ്സ്, അമ്നീഷ്യ, ഡിമിനീഷ്യ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോർമൽ എന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് സംഭവിക്കാൻ. അപ്പോൾ എന്തും ആർക്കും എപ്പോൾ വേണേലും വരാം. DNA ടെസ്റ്റ് നടത്തണം എന്നവന്, ഈ കൊച്ചിൻ്റെ തന്തയാണെന്ന് തെളിയിക്കാൻ. അവൻ പെണ്ണായ പോലെ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന കൊച്ചിരിക്കണം. അവൻ്റെ അഭിമുഖത്തിൽ പറയണ്ട, അവൻ ചെറുപ്പം പോലെ അച്ഛൻ മരിച്ചു പോയിട്ട് തന്നെത്താനെ അവൻ്റെ അമ്മ വളർത്തിയെന്നൊക്കെ. എന്നിട്ട് അവൻ കാണിച്ചോ തന്തയില്ലായ്മ തരം. ഇപ്പം തനുവിനും ദൈവത്തിൻ്റെ അവൻ്റെ അംഗീകാരമൊന്നും വേണ്ട, ജനലക്ഷങ്ങൾ അവരെ ഏറ്റെടുത്തു. അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ ഇപ്പം നമ്മുടെ ഭവനത്തിലെ അംഗങ്ങളായിട്ടാണ് തോന്നുന്നത്. തനുവിൻ്റെ ഒരു വീഡിയോ കണ്ടു, ഏതോ ഒരു ബന്ധുക്കാരൻ വിളിച്ച് തനുവിനെ കളിയാക്കുവാണ്. അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ തനുവിനെ മാത്രം വിളിച്ചിട്ടില്ല. അവിടെ ബിരിയാണി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് പറഞ്ഞ് വെറുതെ കളിയാക്കുക. എന്ത് മനോരമാണോ? പക്ഷെ വാശിക്ക് തനു ആ കൊച്ചിനെ കൊണ്ട് പോയി ഒരു കടയിൽ പോയി ബിരിയാണി മേടിച്ചു കൊണ്ടുപോയി കൊടുക്കണ വീഡിയോ ഇട്ടു. ആ വാശിയൊക്കെ നല്ലതാണ് കേട്ടോ, മക്കളെ നോക്കാനുള്ള വാശി. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ തനുവിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന പുള്ളി ഈ തനുവിനെ ഉപദ്രവിച്ചൊക്കെ പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗാർഹിക പീഡനം ഇതുകൊണ്ട് കേസെടുത്തില്ല. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് വേണ്ടി എന്നെ ചെയ്തതിന് കയ്യും കണക്കും. എൻ്റെ തലമുടി വേരോടെ പിടിച്ച് പറിച്ചെടുത്തിട്ടില്ലേ, എൻ്റെ കാല് ചവിട്ടി കാലിന് ഞരമ്പ് ഉടഞ്ഞുപോയി. ആശുപത്രി കൊണ്ടുപോകുമ്പോൾ എന്നോട് പറയാം ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ബെഞ്ച് വീണെന്ന് പറയണം. ഭാര്യയ്ക്കും മക്കൾക്ക് ചെലവിന് കൊടുക്കാതെ തോന്നിയാസം നടക്കുന്ന ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ്. തനു പറയേണ്ട ഈ പ്രഷർ കാരണം ആ കൊച്ചിനെ 6-ാം മാസം സിസ്റ്റർ നടത്തി എടുത്തതാണ്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ കൊച്ചിന് IQ ലെവലിന് ഇങ്ങനെ വ്യത്യാസം വന്നത്. എല്ലാം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും ഭർത്താവിൻ്റെ കണ്ടുപിടിക്കും. അത് സ്ത്രീകൾ ഞാൻ ഉൾപ്പെടെ സാധാരണ അതൊക്കെ ഇങ്ങനെ കുറവുകളായിട്ട് പറയുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ തുണ വേണ്ട ആ സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ച് തന്നെത്താനെ ജീവിതം നയിക്കുന്ന ആ തനുവിനെ ഒക്കെ എന്തോരം അവരെ പ്രകീർത്തിക്കണം അല്ലേ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ആ കുട്ടി എത്തിച്ചേരട്ടെ.